എല്ലാവർക്കും നമസ്കാരം. ഹരഹര മഹാദേവ. മഹാശിവരാത്രിയുടെ പരിശുദ്ധ ദിനവും വ്രതാനുഷ്ഠാനത്തിൻ്റെ ആത്മീയയാത്രയും നമ്മളെല്ലാവരും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പുണ്യ സമയത്തിൽ ശിവഭഗവാന് നിങ്ങൾക്കെല്ലാവർക്കുമായി ദിവ്യ സന്ദേശം നൽകിയിട്ടുണ്ട്. ഭഗവാന് നിങ്ങൾ അനുഷ്ഠിച്ച ഉപവാസവും ഉറക്കമൊഴിയിലും എല്ലാം സന്തോഷം നൽകാൻ മാത്രമല്ല നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താനായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഭക്ഷണം ഒഴിവാക്കിയതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ക്രോധം, അഹങ്കാരം, അസൂയ, മോഹം ഇവയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങളെടുത്ത തീരുമാനം. ശിവരാത്രി ഒരു ദിവസം മാത്രമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതം എപ്പോഴും ബോധത്തോടെയും ധർമ്മത്തോടെയും നയിക്കണമെന്നതാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഭയപ്പെടേണ്ട. പഴയത് തകർന്നാൽ മാത്രമേ പുതിയ ബോധം പിറക്കൂ എന്ന് ഡിവൈൻ മെസ്സേജ് ഭഗവാൻ തരുന്നുണ്ട്. നിങ്ങൾ സത്യം സംസാരിക്കുന്നിടത്ത്, നീതിയോടെ നിൽക്കുന്നിടത്ത്, കരുണ കാണിക്കുന്നിടത്ത് അവിടെ ഭഗവാൻ ഉണ്ടാകും എന്ന് ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട്. ഭഗവാൻ ദൂരെയുള്ള കൈലാസത്തിൽ മാത്രം തിരയേണ്ട. നിങ്ങളുടെ ശുദ്ധമായ ചിന്തകളിൽ, നല്ല പ്രവർത്തികളിൽ, സമർപ്പണമുള്ള ഹൃദയത്തിൽ ഭഗവാൻ ജീവിക്കുന്നുവെന്ന് ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട്. ഇനി മുതൽ നിങ്ങളുടെ ഓരോ ദിവസവും ഒരു ചെറിയ ശിവരാത്രി ആകട്ടെ, ഓരോ പ്രവൃത്തിയും ഒരു പൂജയായി തീരട്ടെ എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. മനസ്സിൽ സമാധാനവും, ജീവിതത്തിൽ ധൈര്യം, ചിന്തയിൽ ഒരു വ്യക്തത, ആത്മാവിൽ ഉയർച്ചയും ഉണ്ടാകുമെന്ന് ഭഗവാൻ ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട്. ഇതാണ് ശിവരാത്രിക്ക് ശേഷം ഭഗവാൻ നിങ്ങൾക്കെല്ലാവർക്കും തന്ന ദിവ്യ സന്ദേശങ്ങൾ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.